ഹല്ലേലൂയ, ഹല്ലേലൂയ. ലുക്കാ 1:33 യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും, അല്ലെങ്കിൽ വലിയവനായിരിക്കും. പക്ഷെ അവൻ പുറത്തേക്ക് വരുന്ന സമയമായപ്പോൾ, അവൻ്റെ അവതാര സമയമായപ്പോൾ അപമാതാവിന് ഉള്ള വീടും കൂടി നഷ്ടപ്പെട്ടു. അല്ലേ? സത്രത്തിൽ ലുക്ക 2:7 എന്താ ചെയ്തിരിക്കുന്നത്? സത്രത്തിൽ പോലും അവന് സ്ഥലം ലഭിച്ചില്ല എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ അമ്മ ചിന്തിക്കും, ദൈവമേ, എന്നോട് പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, എന്നോട് പറഞ്ഞത് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയ ആളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ ആൾ പോയിട്ട് ഒരു പശുക്കുഞ്ഞിൻ്റെ വില പോലും ഇല്ലല്ലോ. വിശ്വാസവും നമുക്ക് വരുന്ന അനുഭവവും തമ്മിൽ ചിലപ്പോൾ രാത്രിയും പകലും പോലെ നിൽക്കും. മനസ്സിലായില്ലേ? വിശ്വാസവും നമുക്കുണ്ടാകുന്ന അനുഭവവും തമ്മിൽ ചില സമയത്ത് പൊരുത്തപ്പെടത്തില്ല. ഈ പൊരുത്തപ്പെടാതെ വരുമ്പോഴേ പൊരുത്തക്കേടുകൾ അമ്മ ദൈവത്തോട് പറയും. പൊരുത്തക്കേടുണ്ടല്ലോ അപ്പ എന്ന് പറയും. അമ്മ തുറന്ന് സംസാരിക്കുന്ന ആളാണ്. അപ്പം എവിടെയോ പൊരുത്തക്കേടുണ്ടല്ലോ എന്ന് പറയും. എന്താ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇല്ലേ? പുരുഷനെ അറിയാണ്ട് ജീവിക്കാനാണ് ആഗ്രഹിച്ചത്, പിന്നെ എങ്ങനെ മക്കളുണ്ടാകണതെന്ന് ചോദിക്കും. അപ്പോൾ പൊരുത്തക്കേടുകൾ കേൾക്കുമ്പോൾ വചനങ്ങൾക്ക് പൊരുത്തക്കേടുകളും, അപ്പോൾ കേൾക്കുന്ന വചനവും അനുഭവവും തമ്മിൽ രാത്രിയും പകലും പോലെ അനുഭവ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അമ്മ തുറന്ന് സംസാരിക്കും. പ്രാർത്ഥന നിൻ്റെ പൊരുത്തക്കേടുകൾ ദൈവത്തോട് തുറന്ന് സംസാരിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. ലൂക്കാ 1:34-35 എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പൊരുത്തക്കേടുകൾ വരുമ്പോഴേ സഹായിക്കാൻ വേറെ ശാസ്ത്രങ്ങളൊന്നുമില്ല, പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? നിനക്ക് ലഭ്യമായ വചനവും നിൻ്റെ അനുഭവവും തമ്മിൽ രണ്ടും രണ്ടായിട്ട് നിൽക്കുമ്പോൾ പൊരുത്തക്കേടുണ്ടാകും. അപ്പോഴേ ചിലർ പറയും ഇത് പൂർവികയുടെ പാപം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒന്നും ചെയ്താലും ശരിയാകത്തില്ല. ഒരമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അമ്മച്ചി പറഞ്ഞു, അച്ഛാ, എൻ്റെ ചെരുപ്പ് അവൾ കൊണ്ടുപോയി എവിടെയോ വെച്ച് എന്തോ കൂടോത്രം ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ 3 ഉടമ്പടിയും കഴിഞ്ഞിട്ടാണ് ഈ അവതാരം എൻ്റെ അടുത്ത് വന്നിരിക്കണത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയണത് എന്താണെന്നറിയാമോ? എൻ്റെ ചെരുപ്പ് അവളായിട്ട് കൊണ്ടുപോയി എവിടെയോ വെച്ച് കുടുംബത്രം ചെയ്തിട്ടുണ്ട്, എന്തോ പൂജ ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്ക് ഈ ചെരുപ്പേ കയറുമ്പോൾ എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ല. 2-3 ദിവസം ചെരുപ്പ് കാണാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവളടിച്ച് മാറ്റിയതാണെന്ന്. അപ്പം മകൻ ചെരുപ്പ് എവിടെയോ കൂടുതൽക്കാരനത് കൊണ്ടുപോയി ഏതോ ക്ഷുദ്രപ്പണി ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തെന്നാണ് പറയണത് അവർ. അത് കാരണമാണ് അവർക്ക് വെളിവും ബുദ്ധിയും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇവരുടെ കാര്യത്തിൽ തീരുമാനമായി. എന്താ കാര്യം? 3 ഉടമ്പടി കഴിഞ്ഞിട്ടാണ് ഇത്രയും പറയണത്. ഈ ഉടമ്പടി എടുത്ത ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിക്കണം, നല്ലതായിരിക്കും കേട്ടോ. ചില ആൾക്കാരുടെ കാര്യങ്ങളെ ലാഗ് ചെയ്യുന്നു. നീണ്ടുപോകേണ്ട കാര്യം ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയിലേക്ക് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, അമ്മച്ചി വിശ്വാസിയാണ്? പിന്നെ ഇപ്പോഴെങ്കിലും പാരമ്പര്യ വിശ്വാസിയാണ് ഞങ്ങളെന്ന് പറയും. ശരിയാണ്, അവർ പാരമ്പര്യ വിശ്വാസിയാണ്. കാര്യം അപ്പം കാലത്ത് വിശ്വാസികളായിരുന്ന ആൾക്കാരാ. പക്ഷേ ഈ പാരമ്പര്യ വിശ്വാസിയും അവിടെ അപകടപ്പെടുന്നറിയാവുക. നീ വിശ്വാസിയാണെങ്കിൽ ഈശോ എന്താ പറഞ്ഞത് നിന്നെക്കുറിച്ച്? വിശ്വാസിക്ക് അടയാളമുണ്ട്. വിശ്വാസിയാണെങ്കിൽ അടയാളം ഉണ്ടാവും. എന്താണ്? കർത്താവ് പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം മരുമകള് ഈ ചെരുപ്പ് കൊണ്ട് ഏത് കുട്ടിച്ചാത്തന് കൊടുത്താലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. മർക്കോസിൻ്റെ സുവിശേഷമാണ് 16-ാം അധ്യായം 17-ാം വാക്യം. മാരകമായി എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. കാര്യം വിശ്വാസം അടയാളമാണ്. അപ്പോൾ ആ വിശ്വാസം അല്ല അമ്മച്ചിക്കുള്ളത്. അമ്മച്ചി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമ്മളെന്തിനാണ് വിശ്വസിക്കണത്? വിശ്വസിക്കണത് എന്തിനാണ്? വിശ്വസിക്കണത് നടപ്പിൽ വരുത്താനാണ്, ഇല്ലേ? അതാണ് യാക്കോബ് പറയണത്. യാക്കോബ് 1:25
കേട്ടത് മറക്കാനല്ല, നടപടിയിൽ വരുത്താനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനം കേൾക്കണേ എന്തിനാ? അത് നടപടിയിൽ വരുത്താൻ വേണ്ടിയാണ്. നടപടി എന്താ? അവർ മാരകമായി എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന്. ഞാൻ ഇത്രയും കാലത്തിൽ ഒരു കാര്യം കർത്താവിലാണ് വിശ്വസിക്കുന്നത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും എന്ന് പറഞ്ഞേ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന്, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് രക്ഷ പ്രാപിക്കല്. മനസ്സിലായില്ലേ? അപ്പൊ വിശ്വസിക്കണത് എന്താ? നമ്മൾ റോമ 10:9 അനുസരിച്ച് കൊണ്ട് നമ്മൾ വിശ്വസിക്കണത് എന്താ? ദൈവം അവനെ മരിച്ചവളിൽ നിന്ന് ഉയർപ്പിച്ചെന്നാണ്. നമ്മൾ ആരല്ല വിശ്വസിക്കണത്? ആ മരിച്ചവളിൽ നിന്ന് ഉയർപ്പിച്ചവല്ല വിശ്വസിക്കണത്. എന്ത് മരണമുണ്ടായാലും മരണമുണ്ടായാലും യേശു ക്രിസ്തു ഉയർപ്പിച്ച ദൈവം നിന്നെയും നിന്റെ കഷ്ടതകളിൽ നിന്ന് ഉയർത്തി കൈ അടിച്ചു കിടന്നാണ്. വചനം കേൾക്കുമ്പോൾ എന്താ പ്രശ്നം അറിയാവോ? ഇത് ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടി ധ്യാനത്തിൻ്റെ കാതൽ എന്താ? അവൻ പറയണത് പോലെ ചെയ്യുക. പറഞ്ഞ പോലെ കേട്ടാൽ പോരാ, ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. വചനമെല്ലാം അപ്പം എൻ്റെ മക്കൾ ഒരു ആഴ്ചയിൽ ഒരു വചനമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കണം, പ്രാവർത്തികമാക്കാൻ നോക്കണം. ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുന്നില്ല, അത് വചനമാണ്. ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ വചനമാണ്. ആ വചനം നമ്മൾ പ്രാവർത്തികമാക്കുന്നതാണ് പത്രം വിതരണം ചെയ്യണത് പ്രാർത്ഥിച്ച്. ആ വചനം നമ്മൾ പ്രാവർത്തികമാക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ പ്രായമുള്ള ആൾക്കാരെ പോയി കുളിപ്പിക്കുകയും അവർക്ക് മരുന്ന് ഭക്ഷണം കൊടുക്കുകയും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറുക. വി ആർ എക്സിക്യൂട്ടിങ് ദി വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്, അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മൾ സീരിയസ് ആണെന്ന്. ദൈവത്തിൻ്റെ വചനം സീരിയസ് ആയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി പാലിക്കുവാനും പ്രാവർത്തികമാക്കുവാനും വചനത്തിന് സാക്ഷിയാകുവാനും എന്നെ സഹായിക്കണമേ. അപ്പം ചില വചനത്തിന് സാക്ഷ്യമാകണത് എങ്ങനെയാണെന്നറിയാവോ? നമ്മളെ സാക്ഷികളാകാനല്ലേ വിളിച്ചിരിക്കണ ദൈവം, ആണോ? ഉറപ്പാണോ? ഇപ്പം 3:8 നടപടി പുസ്തകം, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. ഭൂമിയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അമേരിക്കയിലും ചൈനയിലും അന്റാർട്ടിക്കയിലുമാണ്. അല്ല, നമ്മളുടെ ഈ ജീവിതകാലത്ത് നടന്നെത്തുന്ന സ്ഥലങ്ങളില്ലേ, അതാണ് നമ്മുടെ അതിർത്തി. നമ്മുടെ ജീവിതകാലമില്ലേ, ആ ജീവിതകാലത്ത് നടന്നെത്തുന്ന സ്ഥലം എവിടം വരെ നമ്മൾ നടക്കുന്നെത്തുന്നുവോ ഈ ജീവിതയാത്രയുടെ അന്ത്യം. ഈ ജീവിതയാത്ര അന്ത്യം വരെ ദൈവവേദനെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതയാത്രയുടെ അന്ത്യം വരെ നിന്റെ രക്ഷയുടെ സുവിശേഷത്തിന് സാക്ഷികളാകാൻ അപ്പോസ്തലന്മാരെ പോലെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ചില വചനങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഇല്ലേ എന്നല്ല അർത്ഥം, കാത്തിരിക്കുക എന്നാണ്, അല്ലേ? കാത്തിരിക്കുക. അപ്പം ആ പ്രത്യാശയോടെ നമ്മൾ, എൻ്റെ കർത്താവ് എൻ്റെ വിവാഹകാര്യത്തിൽ ഇടപെടും, എൻ്റെ കർത്താവ് എൻ്റെ മക്കളില്ലാത്ത കാര്യത്തിൽ ഇടപെടും, എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗോടമ്പടിക്കാര്യത്തിൽ ഇടപെടും, എൻ്റെ കർത്താവ് എൻ്റെ പഠനത്തിൻ്റെ സാങ്കേതിക വിഷയങ്ങൾ ഇടപെടും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിരാശരാകാതെ കാത്തിരുന്നാൽ വി ആർ എക്സിക്യൂട്ടിങ് ദി വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ആ വചനം പാലിക്കുകയാണ്. എന്താണ്? കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. പ്രത്യാശ അനുഷ്ഠിക്കുന്നവരെ, ക്ഷമയോടെ കാത്തിരിക്കുന്നവരും വചനം പാലിക്കുകയാണ് ചെയ്യണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ചില വചനങ്ങൾ ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് എന്താണ് പറഞ്ഞത്?
എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അല്ലേ? അമ്മയെ കണ്ടപ്പോൾ തന്നെ നിറഞ്ഞു. എന്നിട്ട് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ലൂക്ക 1:45 എന്താ പറഞ്ഞത്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ആ വചനങ്ങൾ ഇപ്പം നടക്കത്തില്ലെങ്കിലും അത് നിറവേറും. ആകാശത്ത് നിന്ന് പൊഴിയുന്ന മഴയും ഭൂമി പതിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു പോകാത്തതുപോലെയാണ് എൻ്റെ വചനങ്ങളെന്ന് ഐസയ്യ 55 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ നിറവേറും. ഇത് കാത്തിരിക്കുന്ന സ്നേഹമെന്ന് പറയും, അതിന് പ്രത്യാശയെന്ന് പറയും. അതാണ് നമ്മൾ ആദ്യം മുഖത്തിൽ കണ്ടത്. ഇപ്പോഴെന്താ പറയണത്? പറയണത് ഇൻ കേസ് ഒരു പക്ഷേ ചില കാര്യങ്ങൾ നീ ആവശ്യപ്പെടുന്നത് ദൈവം ഏകപക്ഷീയമായൊരു തീരുമാനം എടുത്തിരിക്കുന്നു, അദ്ദേഹത്തിൽ വെച്ച് തന്നെയല്ല നിനക്ക് തരണത്, വരാൻ പോകുന്ന കാലത്താണെന്ന്. എൻ്റെ മക്കളെ, പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, വി ഹാവ് ലെഫ്റ്റ് എവരിത്തിങ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? എന്നിട്ട് ഭാര്യ, സഹോദരങ്ങൾ, സഹോദരി, അപ്പൻ, അമ്മ, സ്ഥാവര ജഗ വസ്തുക്കൾ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഈശോ പറയും വരാൻ പോകുന്ന ലോകത്തെ നിത്യജീവനും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവദാനങ്ങളിൽ ഒന്നാണ് എന്താണ്? വരാൻ പോകുന്ന ലോകത്തെ നിത്യജീവൻ. മനസ്സിലായില്ലേ? അപ്പം ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ ആ പ്രാർത്ഥന ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ അത് റീഫണ്ട് ചെയ്യപ്പെടും. എങ്ങനെയാണ്? നിത്യജീവനായിട്ട്. എല്ലാം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് കപ്പയും കഞ്ഞിയുമായിട്ട് കൈ മേടിക്കരുത് വട്ടിയും കൊട്ടയിലും. മനസ്സിലായ? ചില കാര്യങ്ങൾ ഡെപ്പോസിറ്റ് ദൈവദൃഷ്ടിയിൽ ഉണ്ടാകണം, അത് നിത്യജീവന് വേണ്ടി തരുമെന്നാണ് പറയണത്. അതാണ് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴേ എലിസബത്ത് പറഞ്ഞത്, മേരി, കർത്താവിൻ്റെ വചനം എപ്പോഴായാലും നിറവേറുമെന്ന് വിശ്വസിച്ചില്ലേ? കാര്യം എന്താ? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ഭവനത്തിൽ വലിയവനാകാൻ വേണ്ടി ജനിച്ചത് ആട്ടിൻകുഞ്ഞിനേക്കാൾ കഷ്ടപ്പെട്ട ഭവനമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോഴും മേരി വിശ്വസിച്ചു. എന്താ കാര്യം? ആദ്യത്തെ ഘട്ടത്തിൽ വചനം പരാജയപ്പെട്ടതുപോലെ ഞാനിങ്ങനെ വൈക്കോൽ തൊഴുത്തിൽ കിടന്നാലും മേരി വിശ്വാസം വിട്ട് കളിക്കത്തില്ല. മനസ്സിലായില്ലേ? ദൈവവചനം കേൾക്കുന്ന വചനങ്ങൾ, അനുഭവിക്കുന്ന അനുഭവങ്ങൾ ചില സമയത്ത് ആദ്യഘട്ടങ്ങളിൽ പരസ്പരം വിരുദ്ധമായാലും അമ്മ വിശ്വസിക്കും. അതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അതാണ് നമുക്ക് വേണ്ടത്. മേരി, കർത്താവ് നിന്നെ അരുളിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് യു ആർ ബ്ലെസ്ഡ്, നീ ഭാഗ്യവതിയാണെന്ന്. ദൈവം ഭാഗ്യവതി എന്ന് പറയണം. അല്ല ഒരു മകൻ അമേരിക്കയിൽ, മറ്റേ അമ്മ സ്വിറ്റ്സർലൻഡിൽ. ഒരു അമ്മ എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛാ, എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ടില്ല അച്ഛാ എന്ന് പറയും. അവൻ അമേരിക്കയിലാണ്, അവൻ എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെക്കും. ചെറിയ ഒരു വിഷയം ഉണ്ടായി വീട്ടിൽ. എന്താ കൊടുക്കൽ, സ്വത്ത് കൊടുക്കുക വാങ്ങുന്ന കാര്യത്തിൽ മക്കളെല്ലാം ഉണ്ടായാലും കശപിശ എന്തോ സംഭവം. അവൻ വിളിച്ചിട്ടില്ല. അമ്മയാണെന്ന് വെച്ചാൽ ഒരു ഡെഡ് ബോഡി പോലെ നടക്കുക. അമ്മയുടെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താണ്? അമേരിക്ക PhD ചെയ്യണ മകൻ എന്നെ വിളിക്കണം. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളീ ഫയൽ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അവന് ജന്മം നിങ്ങളെ വിളിക്കത്തില്ലെന്ന് പറഞ്ഞു. കരയാൻ വരട്ടെ. എൻ്റെ ചേട്ടത്തി പ്രാർത്ഥനയുടെ ഫോർമാറ്റ് മാറ്റണം. എന്താ കാര്യം? ഇപ്പം ദൈവത്തിൻ്റെ വചനത്തിനേക്കാൾ വലിയ പ്രാധാന്യമാണ് ഈ പൊട്ടൻ്റെ വിളി, ഇല്ലേ? കർത്താവ് പറഞ്ഞ് അവളുടെ മോന്ത കഴിച്ച് പറഞ്ഞ് വീട്ടിൽ വിടറാന്ന് പറഞ്ഞു. അല്ല ഈ അതായത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വിളിച്ചെന്ന് പറഞ്ഞാൽ പോലും ചേട്ടത്തിക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. മകൻ വിളിച്ചെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർ നടരാജ നൃത്തം ചെയ്യും. അത്രയും സന്തോഷമാണ്. ഫോർമാറ്റ് ചേഞ്ച് പോയി. എന്താ ഞാൻ പറഞ്ഞ് നിങ്ങളിവിടെ അൾത്താറെന്ന് പറ, മകനെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം. നിങ്ങൾ അൾത്താറെന്ന് പറ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം അവനെ കൊണ്ട് വിളിപ്പിച്ചാൽ മതിയെന്ന്. മനസ്സിലായില്ലേ? ഇത്രയും നേരം
അവരുടെ ദൈവം അവരുടെ മകനായിരുന്നു. ഞാൻ യഥാർത്ഥ ദൈവത്തെ കൊണ്ടുവന്ന് വെച്ചാണ് അവിടെ. ഇത്രയും നേരം ആരായിരുന്നു? അവരുടെ മകൻ ആയിരുന്നു അവരുടെ ദൈവം. അവൻ വിളിച്ചാൽ ദൈവം കേൾക്കണ പോലെ ഇവർ കേൾക്കും. ഇതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. പലരുടെ ഉത്തരം കേൾക്കാതെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് പറയണം കർത്താവിനോട്, കർത്താവ് ഈ ജന്മത്തെ എൻ്റെ കണ്ണടയണവരെ അവൻ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ തിരുമനസ്സാണ്ട് മാത്രം അവൻ വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചി പറഞ്ഞ് കർത്താവേ നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം അവനെ വിളിച്ചാൽ മതിയെന്ന്. ആ ബന്ധനം ഒഴിക്കുകയാണ്. കാര്യം എന്തറിയാവോ, ഞാൻ തട്ടിയ ബോള് പതുക്കെ കർത്താവിൻ്റെ കോട്ടിലിട്ട് കൊടുത്തതാണ്. ഇനി കർത്താവ് തട്ടിക്കൊള്ളൂ. ഈ പ്രാർത്ഥനാ കളികളിൽ ഇത്രയും നേരം ഇവരുടെ കയ്യിലായിരുന്നു ബോൾ കിടക്കണത്. ഇവിടെ ഗോൾ പോസ്റ്റ് കിടക്കുന്ന ബോള്, ഇവിടെ ഗോൾ പോസ്റ്റിൽ ബോൾ കിടക്കണുള്ള കാലം എപ്പോഴായാലും പിശാചടിച്ച് ഗോളാക്കി കളയും. ഇവർ പുറത്തു പോകും. ഇപ്പം എന്ത് പറ്റി? കർത്താവെ സത്യസന്ധമായിട്ടും നീ നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ മകൻ വിളിച്ചാൽ മതി എന്നെ, അല്ലെങ്കിൽ മതി എൻ്റെ മകനേക്കാൾ വലുതാണ് എനിക്ക് നീ. കാരണം എൻ്റെ മകൻ ഉണ്ടാകുന്ന മുമ്പ് നീ ഉണ്ടായിരുന്നു. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. 11-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഇവരെല്ലാം വിശ്വാസവരെയാണ് മരിച്ചത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അനാഥരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ചില വാഗ്ദാനങ്ങൾ പ്രാപിക്കാതിരിക്കുകയോ പ്രാപിക്കാൻ താമസിക്കുകയോ ചെയ്താൽ അപ്പം തന്നെ പറയണം, ഈ ഭൂമിയിൽ ഞങ്ങൾ 1000 കൊല്ലം വീട് വെച്ച് താമസിക്കാൻ വന്നവരല്ല, ഞങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് ഭവനമുണ്ട്. മനസ്സിലായില്ലേ? ഏതെങ്കിലും വാഗ്ദാനങ്ങൾ താമസിക്കുകയോ, മക്കളുടെ കാര്യമായിക്കൊള്ളട്ടെ, കല്യാണത്തിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, വീട് വെക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, വാഗ്ദാനങ്ങൾ താമസിക്കുകയും ചെയ്താൽ ഈ ഹെബ്രായർ 11:13 നീ ഓർക്കണം. എന്താണ്? ഞങ്ങൾ ഈ ഭൂമിയിൽ പരദേശികളാണെന്ന്. അതാണ് വചനം പറയണത്. ഏതെങ്കിലും വാഗ്ദാനം പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യണം. അങ്ങനെ ചെയ്ത ആളാണ് അമ്മ. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനാകുമെന്ന് പറഞ്ഞപ്പോൾ, അവൻ ജനിക്കാൻ പോകുന്ന നിമിഷങ്ങളിൽ സ്വന്തം വീട് വരെ നഷ്ടപ്പെട്ടപ്പോൾ അമ്മ എന്താ ചെയ്തത്? അമ്മ എന്താണ് ചെയ്തതെന്നാണ് ഹെബ്രായർ 11:13 പറയുന്നത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്തെന്ന്. അതായത് ദൂരെ എന്ന് പറയുന്നത് ഇവിടെയാ. എൻ്റെ അപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ടത് ഈ നിമിഷം എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അപ്പൻ്റെ കയ്യിൽ അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. എപ്പോഴായാലും അപ്പനേക്ക് തരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അപ്പനെ സ്നേഹത്തിൽ നിലനിൽക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം കർത്താവേ. ജീവിതത്തിൽ അന്ധകാരം നിറയുമ്പോൾ പോലും ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. നന്നായി ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ സ്തോത്രം കർത്താവേ. ഉച്ചത്തിൽ സ്വർഗ്ഗത്തിൽ സ്തുതിക്കട്ടെ. ഹൃദയം തുറന്ന്, അതരം തുറന്ന്, യേശുവേ, യേശുവേ, നിന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവേ, പ്രത്യാശയിൽ നിലനിൽക്കുവാൻ കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ. ചില ആൾക്കാർ വാഗ്ദാനങ്ങൾ ഇതുപോലെ ഹെബ്രായർ 11:3 അനുസരിച്ച് നിലനിൽക്കുന്നതാണ്. അവർ പതറത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇത്തിരി പ്രായമുള്ള ആളാ, അച്ഛാ കല്യാണം കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കെട്ടിയ ആളല്ല. 2 മക്കളുമായി അവരൊക്കെ കെട്ട പ്രായമായപ്പോഴേ വലിയമ്മ ഒരു പരിപാടി പറയണാണ്. അതാണ് പറയണത്. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് അതായത് അവർക്ക് ഇപ്പോഴും ഇഷ്ടമില്ല ഇയാളാ. നിങ്ങളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ആളല്ല, നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയും കല്യാണം കഴിച്ച ആളല്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എന്നോട് ചോദിച്ച്, അച്ഛാ ഇങ്ങനെ കേട്ടാൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്ത്? അച്ഛാ ഇങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് 5 കൊല്ലം ജീവിച്ചിട്ടതിന് ശേഷമേ അവസാനം ഇങ്ങനെ ഒരു സംഭവം കേട്ടാൽ, കാര്യം എൻ്റെ ഇഷ്ടപ്രകാരമല്ല നിങ്ങളെ കല്യാണം കഴിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇയാളെ? അപ്പോൾ ഇവൾ കാപട്യത്തിന് ജീവിതം ജീവിക്കുകയാണെന്നല്ലേ അവൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്ത്? അല്ലച്ച അവളങ്ങനെ പറയണതല്ലേ, കർത്താവല്ലേ എനിക്ക് തന്നത്. ഞാൻ മാറാതായി. അല്ല എന്താ സംഭവം? നമ്മൾ ഈ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ കുറേ അച്ഛനെയും കന്യാസ്ത്രീയുമാണ് നമ്മൾ ഓർക്കണത്. നമ്മുടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേടതല്ലേ. ഇവിടെ കുടുംബങ്ങളിൽ ഇവരെക്കാൾ 10 കോടി ശക്തിയുള്ള വിശുദ്ധന്മാർ ജീവിക്കണം. അവരുടെ ജീവിതത്തിലേക്ക് അവർ ജീവിതം അനുഭവിച്ചപ്പോഴേ ഇല്ല അച്ഛാ, കർത്താവിൻ്റെ അൾത്താരെ വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്, കർത്താവ് എനിക്ക് തന്നതാണ്, അതെനിക്ക് പ്രശ്നമല്ല. അവളിപ്പോൾ പതുക്കെ ക്രമേണ അവളുടെ ഇഷ്ടം പോലെ തിരിച്ചു വരട്ടെ. ഞാൻ പക്ഷേ പഴയതുപോലെ തന്നെയാണ്. ഇപ്പോൾ അവളത് പറഞ്ഞിട്ട് 18 കൊല്ലമായി. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കണത്, ഇപ്പോഴും ഞങ്ങൾ സ്നേഹിച്ച് തന്നെ ജീവിക്കണത്. ഇയാൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്. കാര്യം എന്താണ്? വാക്കിനോടാണ്. നിനക്ക് കിട്ടണ സ്നേഹം ഭാഗികമാണോ ഏകപക്ഷികമാണെങ്കിൽ അത് ഏകപക്ഷികമായിട്ട് നീ അനാഥയായി മാറത്തില്ല. കാരണം നീ അവൻ്റെ വാക്കിലാണ് നിൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നീ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ അവൻ നിൽക്കും. ഇന്നും നാളെയുമല്ല, നിത്യതയോളം കൈയടിച്ച് കിടത്താണ്. അതൊരു വചനത്തിന് വേണ്ടി ജീവിക്കണ രക്തസാക്ഷിയാണ്. അയാൾ രക്തസാക്ഷിയാണ്, ഒരു വചനത്തിന് വേണ്ടി ജീവിച്ച രക്തസാക്ഷിയാണ്. ഏത് വചനമാണ്? മർക്കോസ് 9:10. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്, ഒരു വചനം. ആ ഒരു വചനത്തിന് വേണ്ടി 18 കൊല്ലമായി ജീവിക്കണ രക്തസാക്ഷിയാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പോരായ്മയോ പരാധീനതയോ ഉണ്ടായാൽ നമ്മൾ മർക്കോസ് 9:15-10 രക്തസാക്ഷികളായി നമുക്ക് ജീവിക്കാൻ പറ്റും. നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നിൻ്റെ കുടുംബത്തിൽ ദൈവം അങ്ങനെ സാഹചര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവസ്നേഹമായി തിരിച്ചറിയാൻ കഴിയണമെന്നാണ് റോമ 5:5 പറയണത്. കഷ്ടത സഹനശീലവും ആത്മധൈര്യവും എന്തിനെ പ്രതിയുള്ള കഷ്ടതയാണ്? കർത്താവിൻ്റെ വചനത്തെ പ്രതിയുള്ള കഷ്ടത. കർത്താവിന് വചനപ്രതി കഷ്ടത വയ്ക്കുന്ന ആരാണ്? വേദസാക്ഷി അല്ലെങ്കിൽ രക്തസാക്ഷി. നിന്നെ വിശുദ്ധയാക്കാൻ കർത്താവിൻ്റെ ക്രമീകരണം. ശ്രുതികട ഹല്ലേലൂയ. സന്തോഷത്തോടെ എല്ലാവരും എഴുന്നേറ്റ്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്താനും നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കാനും പോകുന്ന സടുതി എഴുന്നേക്കട്ടെ. സാക്ഷ്യം കേട്ടതുപോലെ നിങ്ങൾക്കും അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ജീവനുള്ള സ്വർഗീയമായ അൾത്താരെ കയറി ഒരു ദിവസം സാക്ഷ്യം പറയാൻ സാധിക്കും. ജീവിതം മുഴുവനും തീ പിടിച്ച് വന്ന മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ അനേകം പേര് സാക്ഷ്യം പറഞ്ഞ സ്ഥലമാണ്. മക്കളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇത്രയും സമയം കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ പ്രബോധനങ്ങളെയും ഓർത്തുകൊണ്ട് ജീവിതത്തിൽ കർത്താവേ ഒരു കാഴ്ചപ്പാട് തന്നതിനെ ഓർത്ത് കർത്താവേ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, നിന്റെ വചനം പാലിച്ച് ജീവിക്കുവാൻ, നിന്നോടൊപ്പം ജീവിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് വലിയ ഉദ്ബോധനം തന്നതിനെ ഓർത്ത് കർത്താവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത്രയും നേരം നമുക്ക് കർത്താവ് ഒരു തടവുമില്ലാതെ വചനങ്ങൾ വെളിപ്പെടുത്തി തന്നു. കർത്താവ് വചനം ജീവിത രീതിയിൽ വ്യാഖ്യാനിച്ച് തന്നു.
നമ്മളത് പാലിക്കാൻ വേണ്ടി മനസ്സിൽ തീരുമാനം എടുത്തു ദൈവത്തിൻ്റെ മകൻ മകളുമായി മാറി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കാൻ പോകുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയവനെ, ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവേ കരുണയോടെ ശ്രദ്ധിക്കണമേ. ഞങ്ങളുടെ ബാധ്യതകള്, സാമ്പത്തിക കടങ്ങള്, മാരക രോഗങ്ങള്, ജീവിത ദുരിതങ്ങള് കർത്താവേ ഇപ്പോൾ കരുണയോടെ കടാക്ഷിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ നിമിഷം നിന്റെ മധ്യസ്ഥതയില് ഞങ്ങൾ ചെയ്ത എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഈശോയ്ക്ക് സമർപ്പിക്കണമേ. കർത്താവേ, ഈ ശുശ്രൂഷ ലൈവായി കൂടുന്ന വിദൂരതയിലുള്ള എല്ലാ മക്കളുടെയും എല്ലാ കണ്ണുനീരും പരിശുദ്ധ അമ്മേ ഇപ്പോഴേ ഈശോ ഏൽപ്പിക്കണമേ. ഞങ്ങൾക്കും ഒരു നാള് ഈ ആൾത്താരെ കയറി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സുവിശേഷത്തിന്റെ സാക്ഷികളാക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നെഞ്ചുവേദനക്കാര്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവര്, കിഡ്നിയിൽ കല്ലുള്ളവർ, കിഡ്നി ഡാമേജ് ആയവർ, പാങ്ക്രിയാസ് കല്ലുള്ളവർ, കരൾ വേദനക്കാർ, ഈ മാരക രോഗികൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഈശോനോട് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, ഒറ്റ ആളേ ഉള്ളൂ ഈശോയെ. കുഞ്ഞുങ്ങളെ നോക്കുവാനും കുടുംബം പുലർത്തുവാനും അങ്ങനെയുള്ള വ്യക്തികള് രോഗികളായാൽ ജീവിക്കാൻ മാർഗമില്ലാതെ ഒരാൾ മാത്രമേ ഉള്ളൂ കർത്താവേ. കുടുംബത്തെ നോക്കുവാൻ അപ്പനായാലും അമ്മയായാലും മാർഗരോഗികളെ, കരൾ വേദനക്കാരെ, ഹൃദയവേദനക്കാരെ, ഹൃദയ രോഗികളെ, കിഡ്നി രോഗികളെ യേശുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തൊണ്ടവേദന, അതായത് ടോൺസിലൈറ്റ്, തൈറോയ്ഡ് ആകാം. മെറ്റൽ അലർജി, അതായത് എന്തെങ്കിലും മെറ്റൽ മുട്ടിയാൽ ചൊറിച്ചിലും കടിച്ചിലും ഉണ്ടായിട്ട് വേറെ രോഗങ്ങൾ മാറും. ശരീരത്തിൻ്റെ തടിപ്പ്, അതായത് പുറത്തുമുണ്ട് അകത്തുമുണ്ട്. ശരീരം സൗഷ്ഠവമായ മാർദ്ദവമായ ദിശയിൽ നിന്ന് മാറി ക്യാൻസർ രോഗികൾക്കുണ്ടാകുന്ന പോലെ ശരീരവും ത്വക്കും തടിച്ചു വരുന്നു. ഈ മൂന്ന് കാര്യങ്ങളിലും കർത്താവ് സൗഖ്യം നൽകുന്നു. കൈ അടിച്ച് കർത്താവ് കർത്താവായ ദൈവമേ, വൈവാഹിക തടസ്സങ്ങള്, മക്കളില്ലാത്ത അവസ്ഥകള്, ഭവനരഹിതര്, ഭവനം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തവര്, ഭാഗ ഉടമ്പടി നടക്കാത്തവര്, വീടിരിപ്പ് സ്ഥലങ്ങള് കടത്തിലാകപ്പെട്ടവര് യേശുവിന്റെ നാമത്തില് വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധങ്ങൾ അഴിയട്ടെ. ഒരുമിച്ച് പാടുക. അഭിഷേകമായി പകരണമേ, വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പകരണമേ. പാവമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ.
ആത്മാവേ, വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. സ്പർശിക്കണമേ കർത്താവേ. ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. ത്വക്ക് രോഗങ്ങള്, നിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് അസുഖങ്ങള്, അസ്ഥി രോഗങ്ങള്, വാത രോഗങ്ങള് യേശു നാമത്തില് മാറിക്കൊള്ളൂ. ഭാഷാപരത്തോടെ ദർശനങ്ങൾ നൽകണമേ കർത്താവേ, ദർശനങ്ങൾ നൽകണമേ കർത്താവേ, ദർശനങ്ങൾ നൽകണമേ കർത്താവേ. നൈപുണ്യ പരീക്ഷകൾ, ജോലി നഷ്ടപ്പെട്ടവർ, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, മക്കളുടെ പഠനങ്ങൾ, ഉപരിപഠനങ്ങളെല്ലാം പ്രത്യേക ദിശയിൽ നിന്നുപോയവർ, അല്ലെങ്കിൽ സാവധാനമായവർ, ഉത്കണ്ഠാകുലമായ രീതിയിൽ സാവധാനമായവർ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ മക്കളെ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കർത്താവേ, മക്കളെ നീ തന്നതാണ്, നിനക്ക് തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അവരെ ഈശോ പരിശുദ്ധ അമ്മേ ദേവമാതാവേ ഉണ്ണീശോയെ വളർത്തിയതുപോലെ വളർത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് മക്കളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മക്കളെ ഈശോയെ കേൾപ്പിക്കണമേ. കേസിലകപ്പെട്ടവര്, വീട് സ്ഥലവും വിൽക്കാൻ പറ്റാതെ ഇരിക്കുന്നവരെ, വിൽക്കാൻ മനസ്സില്ലാതെ ഇരിക്കുകയും വിറ്റാലെ കടം തീരുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൃഷ്ണസഞ്ചികളിലെ നീരും രോഗമുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിച്ചു തരുന്നു. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, ജോലി ലഭിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കാലതാമസം നേരിടുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൃഗത്തെയാണ് കാണിക്കണത്. ആടിനെ പോലെ ഒരു മൃഗത്തെ കാണിച്ചിട്ട് അതിൻ്റെ പള്ളക്കൊരു മുഴയായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ നിൻ്റെ വീട്ടിലാണ് മെല്ലെ വളർത്തുമൃഗങ്ങളെക്കാണ് ഈ രോഗം ആദ്യം വന്നത്. ഇപ്പോഴും നിനക്കത് വന്നുവെന്ന് കരുതട്ടെ. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. കർത്താവ് കണ്ണുകളെ സുഖപ്പെടുത്തുന്നു. കർത്താവ് കണ്ണുകളെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവ് സുഖപ്പെടുത്തുന്ന ബ്രസ്റ്റുകളെ, അതായത് ഇടത് ബ്രസ്റ്റ്, രോഗാതുരമായ ഇടത് ബ്രസ്റ്റിനെ ഈശോ സുഖപ്പെടുത്തുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. ശരീരം മുഴുവനും അകത്ത് ചൂട്, പുറത്ത് ത്വക്കിൻ്റെ ഒരു സൗഷ്ഠവും മിനുസവും ഒക്കെ മാറിയിട്ട് പരുപരുത്ത് കുരുവശൊക്കെ ഇരിക്കുന്ന അകത്ത് ചൂട്.
അതുകൊണ്ട് ഊത്തലെടുത്തിട്ട് ഉടുപ്പ് എങ്ങനെയെങ്കിലും സന്ധ്യയായിട്ട് ഊരിക്കളയണമെന്നുള്ള ചിന്തയിലിരിക്കുന്ന സഹോദരി, ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഉടമ്പടി വെക്കാത്ത സഹോദരങ്ങൾ, ഉടമ്പടി ചെയ്യാത്തവർക്കും ഇപ്പോഴ് അവരുടെ സങ്കടങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട മൗന സമയമാണിത്. അല്പം കഴിയുമ്പോൾ ആശീർവാദമാണ്. ഏറ്റവും വലിയ സമയമാണിത്. വ്യക്തിപരമായി മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ച വിഷയങ്ങൾ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഓർക്കാവുന്നതാണ്. നേർച്ച വസ്തു എടുക്കുക. നേർച്ച വസ്തു ഉയർത്തി പിടിച്ച് വെഞ്ചരിക്കാൻ പോകണേ. വിശ്വാസ പ്രമാണം ചൊല്ലേ. Lord Jesus Christ, pour out His Spirit to the fire finger, soak with the precious blood. I cast the disease and root cast by God the Father Almighty. But heaven and earth is declared that there is His power. Devil's legions, Satan's and dust machinations, whispered under him. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാണ്. Amen.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ദിവ്യകാരുണ്യമേ വന്ദൻ, പരിശുദ്ധ കാരുണ്യമേ വന്ദനം. ആരാധന നിനക്ക് കീഴ, സ്തുതി അരുളിടാം പരനേ. ദിവ്യകാരുണ്യമേ വന്ദൻ, പരിശുദ്ധ കാരുണ്യമേ വന്ദൻ. ആരാധന നിനക്ക് കീഴ, സ്തുതി അരുളിടാം പരനേ. ദിവ്യകാരുണ്യമേ വന്ദൻ, പരിശുദ്ധ കാരുണ്യമേ വന്ദൻ. ആരാധന നിനക്ക് കീഴ, സ്തുതി അരുളിടാം പരനേ. Praise the Lord.